ഒഴുകി വരും ഗാനം ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു കാണാ കുയിൽ പാടും കളമുരളി ഗാനം. സുഹൃത്തുക്കളെ, ഗാനം കേട്ടല്ലോ. വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പള്ളിൽ. ഇന്ന് 2025 നവംബർ 18 ചൊവ്വാഴ്ച. നമ്മൾ ആദ്യം കേട്ട ഗാനം ത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം. അതിന് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യത്തിലേക്ക് ഒന്ന് ഓടിച്ചു പോകേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, ശരാശരി ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച്, അത് 2023 ആ കണക്ക് എടുത്തത്, ഒരു ശരാശരി വയസ്സ് ഒരു ആവറേജ് ഇന്ത്യക്കാരൻ്റെ അത് 74. എപ്പോഴും സ്ത്രീകളുടെ ശരാശരി വയസ്സ് പുരുഷനേക്കാൾ 2-3 വർഷം, 2 വർഷമെങ്കിലും എപ്പോഴും കൂടിയിരിക്കും. എന്നും ഇങ്ങനെ ആയിരുന്നില്ല ശരാശരി വയസ്സ്. 25 വർഷം മുമ്പ്, അതായത് 2000 അത് 62 50 വർഷം മുമ്പാണെങ്കിലോ അത് 49. എന്നാൽ 75 വർഷം മുമ്പായിരുന്നെങ്കിലോ അത് 35 വയസ്സായിരുന്നു. ഒരു കൗതുകത്തിന് വേണ്ടി പറയുകയാണ്, 100 വർഷം മുമ്പ്, അതായത് 2025 പകരം 1925 അത് കേവലം 25-നും 30-നും ഇടക്ക് മാത്രമായിരുന്നു ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ വയസ്സ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇക്കഴിഞ്ഞ നവംബർ 13 നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു കാണും, പുലപ്പക്ക സുശീല, മനസ്സിലായില്ലല്ലേ ആളാ, പി സുശീല, സുപ്രസിദ്ധ ഗായിക പി സുശീല, ആന്ധ്രയിൽ ജനിച്ച് ആന്ധ്രയിലെ 1935 വിജയനഗരം എന്ന സ്ഥലത്ത് ജനിച്ച് 90 വയസ്സ് തികഞ്ഞു ഈ കഴിഞ്ഞ നവംബർ 13 സുപ്രസിദ്ധ ഗായിക പി സുശീലാമ്മയ്ക്ക്. 6 ഭാഷകളിലായി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചതിനുള്ള ഗിന്നസ് റെക്കോർഡ് ഇവരുടെ പേരിലാണ്. 5 ദേശീയ അവാർഡുകൾ കൈക്കലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ വേറെയും. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ലതാ മങ്കേഷ്കറെ വിളിക്കുന്നത് പോലെ എവർഗ്രീൻ നൈറ്റിംഗേൽ എന്നാണ് പി സുശീലാമ്മയെ എല്ലാവരും വിളിക്കുന്നത്. 6 ഡെക്കേഡ്സ് 6 ദശാബ്ദങ്ങൾ ഇവർ നിറഞ്ഞു നിന്നിരുന്നു. ഇന്നും സജീവം തന്നെ. ഇവരുടെ ശരീരം ചിലപ്പോൾ 90 വയസ്സിൻ്റെ അരിഷ്ടതകൾ, അവശതകളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവരുടെ ശാരീരം, അതായത് മൃദുലവും തീവ്രവുമായ ശബ്ദമാധുര്യം, അതിന് ഒരു ഉടവും വന്നിട്ടില്ല. അത് മധുര 17കാരിയുടേത് പോലെ തന്നെ ഇന്നും ജീവിക്കുന്ന ഒരു ഉദാഹരണം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, 1935 മുകുന്ദറാവു ശേഷാവതാരം ദമ്പതികളുടെ മകളായി ജനിച്ചു. ഭർത്താവായ മോഹൻ റാവു 1990 മരണമടഞ്ഞു. ഏക മകനുണ്ട്, ജയകൃഷ്ണ. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് സുശീലാമ്മയെ കുറിച്ചാണ്. സുശീലാമ്മയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പാട്ട് ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ചുണ്ടുകൾ കൊണ്ടൊന്ന് പാടി നോക്കും ആദ്യം. തൃപ്തി വന്നില്ലെങ്കിൽ പിന്നീട് ഹൃദയം കൊണ്ടു. അപ്പോൾ കേൾക്കുക പി സുശീലയുടെ ശബ്ദമാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? സുപ്രസിദ്ധ സംഗീത സംവിധായകനായ ദേവരാജൻ മാസ്റ്റർ.
വളരെ പ്രത്യേകതയുള്ള ശബ്ദമാണ് സുശീലയുടേത്. മഞ്ചാടി മണി പോലെ എന്ന് പറയാം. ഒരേ സമയം വഴുവഴുപ്പും തരിതരിപ്പുമുള്ള ശബ്ദം. ദേവരാജൻ മാസ്റ്റർ തുടർന്നു. എന്തുകൊണ്ട് തൻ്റെ ഏറ്റവും മികച്ച അസംഖ്യം പാട്ടുകൾ സുശീലയ്ക്ക് നൽകി എന്നതിൻ്റെ ഉത്തരം കൂടിയായിരുന്നു മാസ്റ്ററുടെ വാക്കുകൾ. സിനിമാ ഗാനങ്ങളിൽ ഞാൻ പ്രാധാന്യം നൽകുന്നത് ഭാവത്തിനാണ്. ഉച്ചാരണവും ശ്രുതിയുമൊക്കെ നിരന്തര സാധനയിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. എന്നാൽ ഭാവം അത് ജന്മസിദ്ധമായി വന്നു ചേരുന്നതാണ്. സുശീല മലയാളി അല്ലായിരിക്കാം, ആന്ധ്രക്കാരിയാണല്ലോ. പക്ഷെ അവരുടെ ശബ്ദത്തിൽ ഭാവമുണ്ട്. മാത്രമല്ല എൻ്റെ ആലാപനത്തിൽ വരുന്ന നുറുങ്ങ് സംഗതികൾ പോലും ആ ശബ്ദത്തിൽ സ്വതന്ത്രമായി അനായാസം വരും. ഇതിൽ കൂടുതൽ ഒരു അവാർഡ് അവർക്ക് കിട്ടാനുണ്ടോ? ഇല്ല. ദേവരാജ സംഗീതത്തിൽ ആദ്യം സുശീലാമ്മ പാടിയത് 1962 ഭാര്യ എന്ന ചിത്രത്തിൽ. പെരിയാറെ പെരിയാറെ എന്ന ആ പാട്ട് AN രാജായോടൊപ്പം പാടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. മുൾക്കിരീടം ഇതെന്തിനു നൽകി സ്വർഗസ്ഥനായ പിതാവേ, ആ പാട്ട് ഓർമ്മയുണ്ടായിരിക്കും. ഓമനക്കൈയിൽ ഒലീവിലക്കൊമ്പുമായി ഓശാന പെരുന്നാൾ വന്നു, ആ പാട്ട് ഓർമ്മയുണ്ടായിരിക്കും. അതൊക്കെ ചരിത്രമാണ്. അവരുടെ സംഗീത ഒരു പി സുശീലയും ദേവരാജൻ മാസ്റ്ററും സംവിധായകനും ഗായികയും തമ്മിലുള്ള അപൂർവ രസതന്ത്രത്തിൻ്റെ മായാജാലം കൂടി അനുഭവിച്ചറിയുന്നു നാം ഈ സംഗീതത്തിലൂടെ, ഈ ഗാനങ്ങളിലൂടെ. രാജശില്പി നീ എനിക്കൊരു എന്ന് തുടങ്ങുന്ന പാട്ട് പഞ്ചവൻകാട്. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും 7 സുന്ദര രാത്രികൾ അശ്വമേധത്തിലെയാണ്. കിനാവിൻ്റെ കുഴിമാടത്തിൽ ഡോക്ടർ എന്ന സിനിമയിൽ. അഷ്ടമി രോഹിണി രാത്രിയിൽ ഓമനക്കുട്ടൻ എന്ന സിനിമയിൽ. ഹിമവാഹിനി ഹൃദയഹാരിണി നാടൻ പെണ്ണ് എന്ന ചിത്രത്തിൽ. പ്രിയതമ എന്ന് തുടങ്ങുന്ന ഗാനം ശകുന്തളയിൽ. പൂന്തേനരുവി ശ്രാവണചന്ദ്രിക ഒരു പെണ്ണിൻ്റെ കഥ എന്ന ചിത്രത്തിൽ. അറിയുന്നില്ല ഭവാൻ കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിൽ. തുറന്നിട്ട ജാലകങ്ങൾ ദത്തുപുത്രൻ എന്ന ചിത്രത്തിൽ. പൂവുകൾക്ക് പുണ്യകാലം ചുവന്ന സന്ധ്യകൾ. കാറ്റിൽ ഇളം കാറ്റിൽ ഓടയിൽ നിന്ന്. എന്തിനീ ചിലങ്കുകൾ കരുണ എന്ന ചിത്രത്തിൽ നിന്ന്. വെള്ളോട്ട് വളയിട്ട് കമ്മലിട്ടു കദളീ വനങ്ങൾ കരികിലല്ലോ കടത്തനാടൻ കളരി ഉദയനിൻ്റെ മകൻ. കാറ്റു വന്നു കള്ളനെ പോലെ കരകാണക്കടൽ. അങ്ങനെ എത്ര ഗാനങ്ങൾ അവരുടെ പേരിൽ നാം ആസ്വദിച്ചിട്ടുണ്ട്. എസ് ജാനകിയുടെ സ്വരമാധുരിയെക്കുറിച്ച് പുല്ലാങ്കുഴൽ നാദവുമായി താരതമ്യപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ സുശീലയുടേത് മന്ദിരമധുര വീണാനാദമാണ്. എസ് ജാനകിയുടെ സ്വരമാധുരിയെ പുല്ലാങ്കുഴൽ നാദമായി താരതമ്യപ്പെടുത്തുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ സുശീലയുടേത് മന്ദിരമധുരമായ വീണാനാദമാണ്. കേട്ടുതീർന്ന ശേഷവും നിമിഷങ്ങളോളം കാതിൽ പ്രതിധ്വനിക്കുമത്. സുശീലാമ്മയുടെ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് താൻ പതിവായി ഉറക്കത്തിലേക്ക് വീഴാറുള്ളത് എന്ന് സുപ്രസിദ്ധ ഗായകനായ അന്തരിച്ച പി ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ജാനകിയമ്മയുടെ ശബ്ദത്തെ നിളയുടെ ശാലീനതയോടാണ് അദ്ദേഹം ഉപമിക്കുക. സുശീലയുടെ ശബ്ദത്തെ പെരിയാറിൻ്റെ മാദകത്വവും ജന്മസിദ്ധമായി തന്നെ ഭാവസമ്പൂർണവുമാണ് അവരുടെ ശബ്ദം. അതിൽ വിരഹവും വേദനയും വാത്സല്യവും സാന്ത്വനവും എല്ലാം സ്വാഭാവികമായി വന്നുചേരുന്നു ആ സ്വർഗീയ നാദത്തിൽ. സുശീലാമ്മയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യമെന്ന് പറഞ്ഞിട്ടുണ്ട് പി ജയചന്ദ്രൻ. SP ബാലസുബ്രഹ്മണ്യൻ എന്ന അതുല്യ ഗായകനും ഇതേ അഭിപ്രായം പറഞ്ഞതായി നാം അറിയുന്നു. ചെറുപ്പത്തിലെ തന്നെ അനേകം സംഗീത കച്ചേരികൾ നടത്തി പേരെടുത്ത് കൗമാരിക്കാരിയായ സുശീല. എന്നാൽ വിധി സുശീലാമ്മയെ കൊണ്ട് ഞാൻ എത്തിച്ചത് ശാസ്ത്രീയ സംഗീതവേദികളിലല്ല, സിനിമയിലാണ്. പുതിയ ചിത്രത്തിൽ അവതരിപ്പിക്കാൻ
ഒരു യുവ ഗായികയെ തേടി സംഗീത സംവിധായകൻ പണ്ഡ്യാല നാഗേശ്വർ റാവു ആകാശവാണിയെ സമീപിക്കുന്നു. ആകാശവാണി അധികൃതർ 5 പേരുകൾ നൽകുന്നു. അതിൽ സുശീലാമ്മ തിരഞ്ഞെടുക്കപ്പെടുന്നു. അവരുടെ ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അവരുടെ ഗാനങ്ങളെപ്പറ്റി ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം അത്രമാത്രം മനോഹരമായ ഹൃദയഹാരിയായ കാതിൽ അമൃത് ചൊരിയുന്ന നാദമായിരുന്നു അവരുടേത്. നാം അത് ആവോളം ആസ്വദിച്ചിട്ടുണ്ട്. നവതിയിലേക്ക് പ്രവേശിക്കുന്ന പി സുശീലയ്ക്കുള്ള ഏറ്റവും ഹൃദയസ്പർശിയായ പ്രണാമങ്ങളിൽ ഒന്ന് കവിയും ഗാനരചയിതാവുമായ തമിഴിലെ കാര്യമെന്ന് പറയുന്നത് വൈരമുത്തുവിൻ്റെതായിരിക്കും. പ്രിയ ഗായികയെക്കുറിച്ച് വൈരമുത്തു ഒരിക്കൽ പറഞ്ഞു, മരണം തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന വേളയിൽ മനസ്സിൽ അവശേഷിക്കുന്ന ആഗ്രഹം എന്തെന്നാരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും സുശീലാമ്മയുടെ ശബ്ദം അവസാനമായി ഒരിക്കൽ കൂടി കേൾക്കുക. ആ പാട്ടുകളുള്ള മ്യൂസിക് സിസ്റ്റം എനിക്ക് വേണ്ടി തുറന്നു വെച്ച് പതുക്കെ വാതിൽ ചാരി നിങ്ങൾ സ്ഥലം വിട്ടോളൂ. എല്ലാം മറന്ന് ആ സ്വരമാധുരിയിൽ മുഴുകി ഞാൻ കണ്ണടയ്ക്കട്ടെ. പറഞ്ഞത് മറ്റാരുമല്ല, വൈരമുത്തു ആണ്. അസംഖ്യം ചിത്രങ്ങൾ നമ്മുടെ കണ്ണദാസിന് ശേഷം തമിഴ് ഗാനരംഗത്തെ മുടിചൂടാ മന്നനായി വിലസുന്ന വൈരമുത്തുവിൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, 90 വയസ്സ് തികഞ്ഞ ഇവർക്ക് സ്വരമാതിരി പഴയ പോലെ ഉണ്ടോ എന്ന്. ഉണ്ട്. ഇവർ മാതൃകയാക്കാൻ കൊതിച്ചിരുന്ന MS സുബ്ബലക്ഷ്മി, അവർ മരിച്ചത് 88 വയസ്സിലാണ്. അവസാനം വരെ അവർ അസാധ്യ ഗായികയായിരുന്നു. DK പട്ടാമാൾ, അവർ 90 വയസ്സിലാണ് മരിച്ചത്. അവസാനം വരെ അവർ അസാധ്യമായി പാടി നമ്മളെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്. MS സുബ്ബലക്ഷ്മി പാട്ടിന് വേണ്ടി സിനിമയിൽ അഭിനയിക്കുന്നവരെ നിർത്തിയവരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇനിയും ധാരാളം നമുക്ക് സുശീലാമ്മയിൽ നിന്ന് ലഭിക്കാനുണ്ട്. അവരിൽ നിന്ന് അമൂല്യ സംഭാവനകൾ നമുക്ക് ഇനിയും ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവർക്ക് ആരോഗ്യ സൗഖ്യങ്ങൾ നമുക്ക് നേരാം. അവരുടെ പാട്ടുകൾ നാം ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. ഇനി പാടാൻ പോകുന്ന പാട്ടുകൾ അതിലും മധുരമായിരിക്കുമെന്ന് നമുക്ക് കരുതാം. അവർക്ക് ഈശ്വരൻ എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ. ഈ അവസരത്തിൽ പ്രസിദ്ധ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റായ ജോൺ കീറ്റ്സിൻ്റെ ഒരു വരികൾ നമുക്കൊന്ന് ഓർത്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്ന കവിതയിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് സ്വീറ്റർ. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് സ്വീറ്റർ. വീഡിയോ അവസാനിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.